തിരൂരിലേക്ക് പോവുകയാണ്. അവിടെ മരിച്ച നൂഹിന്റെ വീട്ടിൽ നിന്ന് ജംഷീർ കൊടിഞ്ഞാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ജംഷീർ, ഇങ്ങനെ വീടുകളിലൊക്കെ പോയി അത്തരം വളരെ സുഖകരമല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ ബന്ധുക്കളെ കാണേണ്ടി വരുന്നു. വളരെ ഹൃദയഭേദകമായ വൈകാരികമായ രംഗങ്ങൾ കാണേണ്ടി വരുന്നു എന്നുള്ളത് അതീവ ദുഃഖകരമാണ്. പക്ഷേ വാർത്താ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കൂടിയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള അവസ്ഥ? ഇപ്പോൾ 10:00 തന്നെ എത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികം സമയം എടുത്തുകൊണ്ടായിരിക്കും ഈ മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്തുക എന്നുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. എങ്ങനെയാണ് നിലവിൽ വീട്ടിലെ അവസ്ഥയൊക്കെ? തീർച്ചയായിട്ടും ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ശോകമുഖമായ ഒരു അന്തരീക്ഷമാണ് ഈ വീടിന്റെ പരിസരത്ത് ഉള്ളത് എന്നുള്ളതാണ്. നൂഹിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും അയൽവാസികളും ഒക്കെ ഈ വീടിന്റെ പരിസരത്തുണ്ട്. ഈ മൃതദേഹം എത്തുന്നത് അല്പം വൈകും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ബന്ധുക്കൾക്ക് ലഭിച്ചിട്ടുള്ളത്. ബന്ധുക്കളിൽ ചിലർ കൊച്ചിയിലേക്ക് പോയിട്ടുണ്ട്, നെടുമ്പാശ്ശേരിയിലേക്ക് പോയിട്ടുണ്ട്. എത്തുന്ന മുറയ്ക്ക് തന്നെ ഇന്ന് തന്നെ മൃതദേഹം സംസ്കരിക്കാനുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ പള്ളിയുള്ളത്, ജുമാ മസ്ജിദ് ഉള്ളത്. അവിടെയാണ് ഖബറും മറ്റു ഒക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. എപ്പോഴാണോ മൃതദേഹം എത്തുന്നത് അതിനനുസരിച്ച് തന്നെ സംസ്കരിക്കാനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ നേരത്തെ ഉച്ചയോടുകൂടി എത്തുമെന്നൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇപ്പോൾ വിമാനം എത്താൻ വൈകുമെന്ന് അറിയിച്ചതോടെ ഒരൽപ്പം വൈകാൻ സാധ്യതയുണ്ട് എന്ന് ആണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. മലപ്പുറം തിരൂരിലെ കോതപ്പറമ്പ് സ്വദേശിയാണ് മരിച്ച നൂഹ് എന്ന് പറയുന്നത്. ഇതൊരു തീരദേശ മേഖലയാണ്. അദ്ദേഹം കഴിഞ്ഞ 11 വർഷമായി ഈ പ്രവാസ ജീവിതം നയിക്കുന്ന ആളാണ്. മത്സ്യമേഖലയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. പക്ഷേ വലിയ സാമ്പത്തികമായി വലിയ നേട്ടമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ 1.5 മാസം മുമ്പ് അദ്ദേഹം നാട്ടിൽ വരികയും ഇപ്പോൾ ഉള്ള കമ്പനിയിലേക്ക് മാറി പിന്നീട് പോവുകയും ചെയ്തതാണ്. 1.5 മാസം മുമ്പാണ് അദ്ദേഹം നാട്ടിൽ വന്നത്. ഇവിടെ സുഹൃത്തുക്കളുമായും നാട്ടുകാരുമായിട്ടൊക്കെ എപ്പോഴും ഇടപഴകുന്ന ആളായിരുന്നു. പെട്ടെന്നുണ്ടായ ഈ ഒരു ദുരന്തം അല്ലെങ്കിൽ ഈ ഒരു മരണ വാർത്തയെ ഈ നാടിനും ഈ വീട്ടുകാർക്കൊന്നും ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരു പാവപ്പെട്ട കുടുംബമാണ്. തീർച്ചയായിട്ടും ജംഷീർ, അത്തരം ചില വളരെ ദുഃഖകരമായ വാർത്തകൾ കൂടിയുണ്ട്. ഒരു കുടുംബത്തിന്റെ അത്താണിയായി കൂടുതൽ ജീവിത സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തേടിപ്പോയ ഒരാളുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഈ കുടുംബാംഗങ്ങളൊക്കെ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് പോലും അറിയാതെ പകച്ചു നിൽക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. എന്തായാലും